തിരുവനന്തപുരം നെട്ടയത്തെ സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണയിരിക്കുമെന്ന് മുൻ ഡിജിപിയും ബിജെപി നേതാവുമായ ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവ് എസ്എച്ച്ഒയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഡിജിപിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ആർ ശ്രീലേഖ സന്ദേശം അയച്ചത് വാട്സാപ്പിലൂടെ. സഫാൻ വി പി വിവരങ്ങൾ നൽകും. സഫാൻ, ഈ നെട്ടയം സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പ്രതിഷേധമടക്കം കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം. എന്താണ് ശ്രീലേഖയുടെ വാട്സാപ്പ് സന്ദേശം? ജിൽസി, നെട്ടയം മലമുകളിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM എടുക്കുന്ന നിലപാട് BJP ഒരു പ്രാദേശിക വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് എടുക്കുകയാണ് എന്നതാണ്. അതിൻ്റെ കൂടുതൽ തെളിവുകളിലേക്ക് തന്നെയാണ്, കൂടുതൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആർ ശ്രീലേഖ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DGPക്കും തിരുവനന്തപുരം പോലീസ് മേധാവിക്കും വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ഈ വട്ടിയൂർക്കാവ് SHOക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ ശ്രീലേഖയുടെ ആവശ്യം. വട്ടിയൂർക്കാവ് SHO വിപിൻ്റെ നേതൃത്വത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ടാണ് ഇത്തരത്തിലൊരു മെസ്സേജ് DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ശ്രീലേഖ നൽകിയിട്ടുള്ളത്. BJPക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു വിപിൻ ചെയ്തത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ധർണയിരിക്കുകയാണെന്നുള്ളൊരു വാട്സപ്പ് സന്ദേശമാണ് ശ്രീലേഖ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് ശ്രീലേഖയുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി തന്നെ ഉപയോഗിക്കാനാണ് ഏതായാലും BJP മുന്നോട്ട് പോകുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു. അവർ ഈ വിഷയത്തിൽ ധർണയിരിക്കാനാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും CPM വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് BJPക്ക് കോർപ്പറേഷൻ ഭരണം ലഭിച്ചതു മുതൽ ഇത്തരം അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി ചെറിയ വിഷയങ്ങൾ പോലും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് CPMന്റെ ഭാഗത്തുണ്ടാകുന്ന വിശദീകരണം. ഇന്നലെ CPM ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പ്രസ്താവനയിലും അതാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കുണ്ടായ മാർച്ചിൽ മാധ്യമപ്രവർത്തകയെ അടക്കം വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം വരെ ഉണ്ടായി. ഇതിനൊക്കെ എതിരെ വലിയ വിമർശനം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് CPM ഏതായാലും ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. ഈ വിഷയം വരുന്നത് ജിൽസി ഇതൊരു BJP ദമ്പതിമാരുടെ ഒരു പരാതിയെ തുടർന്നാണ് ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വരുന്നതും രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്യുന്നത്. ഈ BJP പ്രവർത്തകയുടെ പരാതി എന്ന് പറയുന്നത് നഗ്നതാ പ്രദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു CPM പ്രവർത്തകൻ നെട്ടയം മലമുകളിലുള്ള CPM പ്രവർത്തകനെതിരെ ഒരു പരാതി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ CPM ആവർത്തിച്ച് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇവർ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധം നടത്താനുള്ള തീരുമാനം, പോലീസുകാർക്കെതിരെ അടക്കം നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഇതിൽ ഉന്നയിക്കുന്നത്.